ഈ സാധനം കണ്ടോ, ഇതാണ് ബൈപോളാർ ഫോസപ്സ്, ഇത് ബൈപോളാർ കേബിൾ, ഇത് ഇവിടെ താഴെയുള്ളത് ബൈപോളാറിന്റെ ഫുഡ് സ്വിച്ച്. ഇനി ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ബൈപോളാറിൽ നമുക്ക് ഏറ്റവും ഞാൻ പറയാ ക്വാർട്ടറിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡാണ് ബൈപോളാർ. ഇതിപ്പോ കണ്ടോ, ഇത് ഈ മെഷീന് 2 സ്വിച്ചസ് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ കണ്ടോ, ഒരു ഇത്രയും നേരം ഫെയ്ഡ് ആയിരുന്നത് ഇത് കളേർഡായി. അപ്പോൾ ഇതെന്താന്ന് സംഭവം എന്ന് വെച്ചാൽ ഈ 2 പിന്ന് അവിടെ പോയി കറക്റ്റ് തട്ടിക്കഴിഞ്ഞാലേ ഇത് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ബൈപോളാർ വർക്ക് ചെയ്തില്ലെങ്കിൽ ആദ്യം ഇത് നോക്കണം, ഇവിടെ ഇങ്ങനെ ലൈറ്റ് വന്നിട്ടുണ്ടോ. പിന്നെ ഇവിടെ 0 വാട്ട്സ് സെലക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, സാധനം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിത് ഇപ്പോൾ ഒരു 25 ഇട്ടു. എന്നിട്ട് ബൈപോളാറിൻ്റെ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വേണ്ടോ, ഞാൻ അവിടെ കണക്ട് ചെയ്തപ്പോൾ ഇവിടെ വന്നിട്ട് ലൈറ്റ് വന്നു, ഇവിടെ നമ്മൾ വാട്ട്സും കൊടുത്തു. ഇനി ഈ ബൈപോളാർ നമുക്ക് ഇങ്ങനെയും കണക്ട് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും പ്രശ്നമില്ല. ഞാൻ ഈ ക്വാർട്ടറിൽ പറഞ്ഞു ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഇതാണെന്നത്, ബൈപോളാർ ആണെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് എല്ലാ സർഫസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും ഇത് നമുക്ക് കണ്ടോ ഈ 2 ടിപ്പിൽ മാത്രമേ എനർജി വരുള്ളൂ. ഞാൻ നേരത്തെ നിങ്ങളോട് മോണോപോളാർ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റേ നോർമൽ ഫോസപ്സിൽ നിങ്ങൾ ക്വാർട്ടർ വെക്കുമ്പോൾ അത് നിങ്ങൾ കണ്ടക്ട് ആവുമെന്ന് പറഞ്ഞു. ഇവിടെ ഇൻസുലേഷൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ കയ്യിലൊന്നും പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ആക്റ്റീവ് ചെയ്യുമ്പോൾ കണ്ടോ ഈ 2 ടിപ്പിൽ മാത്രമേ എനർജി വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും മോണോപോളാറിൻ്റെ ഈ ക്വാർട്ടർ പ്ലേറ്റിൻ്റെ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ മറ്റേ ഈ കാർഡിയാക്ക് ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റുള്ള ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ഉള്ളവർക്കൊക്കെ ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റിയ സാധനം എന്താ വെച്ചാൽ ഈ ബൈപോളാറാണ്. കാരണം ഈ 2 ടിപ്പിൽ മാത്രമേ എനർജി വരുള്ളൂ. നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും. ഇത് ഇവിടുന്ന് സ്മോക്ക് പോകുന്നുണ്ട് കണ്ടോ, കറക്റ്റ് നമ്മളെ കട്ടിങ് ഓർ കൊയാഗുലേഷൻ കൃത്യമായിട്ട് നടത്തും. അപ്പം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഗോസിലാണ് ചെയ്ത് കാണിച്ചിരുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവുക നമ്മളെ ടിഷ്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ 2ന്റെ ഇടയിലാണ് എന്ത് ചെയ്യുക, എനർജി പാസ്സാവുക. അങ്ങനെയാണ് നമ്മൾ ഇത് ബൈപോളാർ ക്വാർട്ടറൈസേഷൻ ചെയ്യുന്നത്. ഇതിൽ തന്നെ 3 മോഡുണ്ട് കണ്ടോ. ഇതിലിപ്പോൾ 3 മോഡുണ്ട്. ഒന്ന് പ്രിസൈസ്, ഒന്ന് സ്റ്റാൻഡേർഡ്, ഒന്ന് മാക്രോ. അതിൽ പ്രിസൈസിൽ നമ്മൾ കൊയാഗുലേഷൻ ബൈപോളാർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഫൈൻ സർജിക്കൽസ് നമുക്ക് വലിയ ചെറിയ ചെറിയ ടിഷ്യൂസിനൊക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്ത ടിഷ്യൂസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രിസൈസിലിട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഇതിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ ഒരു ഇത് തന്നെയാണ് ഉദ്ദേശം തന്നെയാണ് ആ മോഡിനുള്ളത്. 3ാമത്തെ മോഡ് മാക്രോ. അത് നമ്മൾ ലാർജർ ടിഷ്യൂ ഡിസെക്ഷൻ ആയിട്ടാണ് നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ മാക്രോ മോഡാണ് ഇതിൽ കുറച്ചും കൂടെ പവർ എനർജി കൂടുതൽ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന മോഡ്. അത് നമ്മൾ നല്ല ഹാർഡായിട്ടുള്ള ഡിസെക്ഷൻ, ലാർജർ ഡിസെക്ഷന് വേണ്ടിയിട്ട് ഡീപ്പർ ഡിസെക്ഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ നമ്മളെ മാക്രോ മോഡ്. അത് ഫൈൻ മോഡിനെയും സ്റ്റാൻഡേർഡ് മോഡിനെയും അപേക്ഷിച്ച് എനർജിയും അത് ഉണ്ടാക്കുന്ന ഹീറ്റും കൂടുതലായിരിക്കും. മെജോറിറ്റി മെഷീൻസിലും മെജോറിറ്റി സർജൻസ് യൂസ് ചെയ്യല് ഫൂട്ട് ആക്ടിവേഷൻ ആയിരിക്കും. ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ആക്ടിവേഷൻ നമ്മൾ സാധാരണ വണ്ടിക്കൊക്കെ ആക്സിലേറ്റർ എങ്ങനെയാണോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അതേപോലെ നമുക്ക് ഇതിൻ്റെ എനർജി ഡെലിവറിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നമുക്ക് ഹാൻഡ് മോഡിലേക്ക് ആക്കാൻ പറ്റും. അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അത് എല്ലാ മെഷീനിലും ഇല്ല, ഈ ഒരു മെഷീനിലുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ബൈപോളാറിൽ എങ്ങനെയാണ് ഹാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളത്, ഇതിൽ പോവുക, മോഡിൽ പോവുക. ഇവിടെ ഉണ്ടോ ഈ ഹാൻഡിൻ്റെ സ്വിച്ച്, ഇത് ഓൺ ആക്കുക. അപ്പോൾ എത്ര ഡിലേ സെക്കൻഡ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്കിപ്പോൾ 1 സെക്കൻഡ്, നമ്മൾ എന്തെങ്കിലും ഒരു ചുരുങ്ങിയത് 1 സെക്കൻഡെങ്കിലും കൊടുക്കണം. അപ്പോൾ ഈ 1 സെക്കൻഡ് കൊടുത്തിട്ട് നമ്മൾ 0.0 സെക്കൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ 0.5 സെക്കൻഡ്സ് കൊടുത്തു, എന്നിട്ട് ടിക്ക് ചെയ്തു. ഇപ്പം ഹാൻഡ് ആക്ടിവേഷൻ ഓൺ ആണ്. അപ്പോൾ ഇൻ കേസ് നമ്മളെ ഫൂട്ട് നമ്മൾ പണി മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ഇത് യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ ഇത് മറ്റതിൻ്റെ അത്ര സേഫ് ആണോ എന്ന് വെച്ചാൽ ഞാൻ പ്രിഫർ ചെയ്യൂല. എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ 0.5 സെക്കൻഡിൽ ഡിലേ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാൻഡിലേക്ക് ആക്ടിവേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടിഷ്യൂവിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചാൽ മതി, ഉണ്ടോ ഇത് ആക്ടിവേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഹാൻഡ് ആക്ടിവേഷനിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ ഹാൻഡ് ആക്ടിവേഷനിൽ 0.5 സെക്കൻഡ്സിലാണ് ഞാൻ ഡിലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഡിലേക്ക് ഇത് കണ്ടോ, ഇത് ടിഷ്യൂ മാത്രം മതി. പക്ഷെ ഞാൻ എപ്പോഴും
ഫൂട്ട് ആക്ടിവേഷൻ ആണ് നിങ്ങളോട് പറയാ, സജസ്റ്റ് ചെയ്യുക. ഹാൻഡ് ആക്ടിവേഷൻ പ്രശ്നക്കാരനായിട്ടല്ല എങ്കിൽ പോലും നമ്മൾ അറിയാണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അവിടെ ഇവിടെ പ്ലസ് ആയി കഴിഞ്ഞാൽ അതെന്താവും, ഷോർട്ട് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഹാൻഡ് ആക്ടിവേഷനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുക ഫൂട്ട് ആക്ടിവേഷൻ ആണ്. മറ്റേ ഹാൻഡ് ആക്ടിവേഷനും നമുക്ക് ഇതേപോലെ മെഷീനിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഈ നമ്മളെ ഫോസപ്സ് പിടിച്ചിട്ട് അതിന്റെ മേലെ മോണോപോളറിന്റെ ആക്ടിവേഷൻ കൊടുക്കുന്നത്. അത് ഒരിക്കലും ഇപ്പൊ നല്ല രീതിയല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ സാധനത്തിന് എന്താണ് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഇൻസുലേറ്റഡ് അല്ലാത്ത ഇതിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ആക്റ്റീവ് ചെയ്ത് പിടിക്കുക. അപ്പൊ എന്ത് സംഭവിക്കാൻ പോകുമെന്ന് വെച്ചാല് ഇത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് ഹീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അത് കറണ്ട് അടിച്ച മാതിരിയാണ് ഫീൽ ആവുക. ഹീറ്റായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഇതിന്റെ ഗ്ലൗസിന്റെ ഇൻസുലേഷൻ പോവുക, അങ്ങനെ ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഇപ്പോൾ എക്സ്പീരിയൻസ് സർജൻസ് ഒക്കെ അത് അതിന്റെ ടിപ്പിൽ വെച്ച് കൃത്യമായിട്ട് ചെയ്യാറ്. അല്ലാത്ത ആൾക്കാർ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇൻസുലേറ്റഡ് അല്ല. ഇത് ഇൻസുലേറ്റഡ് അല്ലാതെ ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് കണ്ടക്റ്റഡ് ആവും. കാരണം ഇത് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടക്റ്റഡ് ആവും, മെറ്റലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക.